എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മൾ രാമായണം വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ കഥകൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സാ സ്മരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്മരിക്കേണ്ടുന്ന ഒരാളാണ് വാൽമീകി, അല്ലേ? ആദികവിയായ വാൽമീകി. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകിയായ അല്ലെങ്കിൽ വാൽമീകിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു വലിയ കഥയാണ്. കാട്ടിൽ വേട്ടയാടി മൃഗങ്ങളെ ഭക്ഷിക്കുക, കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ കൊള്ളയടിക്കുക, ഇങ്ങനെയൊക്കെ അധർമ്മ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രത്നാകരൻ ഒരു ദിവസം സപ്തർഷികളെ കാണുന്നു. സപ്തർഷികൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതെ, എങ്കിൽ പിന്നെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരൂ, നീ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം അവരും കൂടി അനുഭവിക്കുമോ എന്നുള്ളത് ചോദിച്ചിട്ട് വരാൻ പറയുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നതാണ്, എഴുത്തച്ഛൻ എഴുതിയ വളരെ പ്രസിദ്ധമായ 2 വരികൾ നമുക്കറിയാമല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിലൂടെ പ്രകമ്പനം കൊള്ളുകയാണ് ഈ രത്നാകരൻ. അങ്ങനെ സപ്തർഷികളുടെ ഉപദേശപ്രകാരം മരാമര എന്ന് ജപിച്ചുകൊണ്ട് കാട്ടിലിരിക്കുകയും യുഗങ്ങൾ കഴിയുമ്പോൾ ഈ തപസ് ചെയ്ത സ്ഥലത്ത് പുറ്റ് അല്ലെങ്കിൽ വാൽമീകം വളർന്നു കയറുകയും വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നതുകൊണ്ട് വാൽമീകി എന്ന പേര് ലഭിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വാൽമീകിയുടെ കഥ. ഈ കഥ വളരെ വിശദമായി ഇന്ന് ടീച്ചർ നമുക്ക് പറഞ്ഞു തരും. നമുക്കറിയാം, ശ്രീരാമാദികൾ കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ നാട്ടുകാർ, അയോധ്യ നിവാസികളെല്ലാം അവരുടെ കൂടി ഇങ്ങ് പോരുകയാണ്. അപ്പൊ അന്ന് രാത്രി ഇവർ ഉറങ്ങുമ്പം എല്ലാവരും തലങ്ങ് വിലങ്ങ് തിരിച്ചു പോകുന്നേ ഇല്ല. ഇത് വലിയ അപകടമാണെന്ന് ശ്രീരാമന് മനസ്സിലായി. പതുക്കെ സുമന്ത്രരെ വിളിച്ചുണർത്തിയിട്ട് അവരറിയാതെ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്നും പോരുകയാണ്. പോന്ന് ഒരു ഗുഹന്റെ സമീപത്തെത്തും. നിഷാദ രാജാവ് എൻ്റെ അടുത്തെത്തും. അവിടെ ചെല്ലുമ്പോൾ ഗുഹന് ഭയങ്കര സന്തോഷമാണ്. ഇത് ആരാ വന്നിരിക്കുന്നത്? തന്നെയുമല്ല, വർഷങ്ങളായിട്ട് നല്ല പരിചയമുണ്ട്, ഇക്ഷ്വാകു വംശത്തിലെ ഒരുവിധം എല്ലാവരെയും അറിയാം. അപ്പൊ അദ്ദേഹം ഉപചാരങ്ങള് ചെയ്യും, ഭക്ഷണം കൊടുക്കും, ഫലം പറയും, എനിക്ക് അന്യരത്വം ഭുജിക്കത്തില്ല, ഇവിടെ താമസിക്കാം, ഈ രാജ്യം ഏറ്റെടുക്കുക, അങ്ങ് ഈ രാജ്യം ഭരിച്ചാട്ടെ എന്ന് പറയുമ്പോ ഇല്ല, ഞാൻ അന്യത്തിൽ മാത്രമേ ഉറങ്ങത്തില്ല. പക്ഷേ ഇതേ ഒരു കാര്യം ആവശ്യപ്പെടും, എനിക്ക് കുറച്ച് വടക്ഷീരം തരാമോ, അതായത് പേരാലിന്റെ കറ. ഉടനെ തന്നെ അത് കൊണ്ട് കൊടുക്കും. അതും ഭസ്മവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജടയുണ്ടാക്കും. എന്നിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം അന്ന് അവിടെ താമസിക്കും. പിറ്റേ ദിവസം രാവിലെ ഇവർ തന്നെ ഇദ്ദേഹത്തിന്റെ ആൾക്കാർ വന്നിട്ട് വലിയ ഒരു തോണി കൊണ്ടുവരും. അതില് അക്കരെ കടത്തി വിടും. ഇവര് ആദ്യമായിട്ട് കാട്ടിലേക്ക് പ്രവേശിക്കുന്നു. കൊടുങ്കാടല്ല, ഒരു ചെറിയ കാട്. അവിടെ കയറുമ്പോഴാണ് ആദ്യം ഒരു മൃഗത്തിനെ, മാനായിരിക്കാം, മൃഗത്തിനെ കൊന്ന് 3 പേരും വിശപ്പടക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് പോന്നതിന് ശേഷം. അപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരൊക്കെ മാംസം ഭക്ഷിക്കുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. രാമായണത്തിൽ പലയിടത്തും മാംസം ഭക്ഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. വനത്തിൽ കയറി കഴിഞ്ഞപ്പോ ഇവര് പലലം അത് പരിചിരോട് ഉണക്കുവാൻ ചിക്കി ഞാൻ എന്ന് പറയുന്ന സീത ഈ ജയന്തന്റെ കഥ പറയുമ്പോൾ ഈ ബാക്കി വരുന്ന മാംസം ഉണക്കിയെടുത്തതായിട്ടും പറയുന്നുണ്ട്. തന്നെയുമല്ല, ഈ മീന് അധികം മുള്ളില്ലാത്ത മീനുകളെ കമ്പിൽ കോർത്ത് ചുട്ട് തിന്നുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം മാംസപുക്കും സസ്യേതര ഭക്ഷണം കഴിച്ചിരുന്നു. ഇനി അതുമല്ല, ഇവര് ഭരതൻ ഇങ്ങനെ കാണാൻ വരുമ്പോ സീത മാംസം ചുട്ടിട്ട് ഇതം മേദ്യം, ഇത് സ്വാദുള്ളത്, ഇത് ശുദ്ധമായത്, ഇത് എല്ലില്ലാത്തത് എന്ന് പറഞ്ഞ് സീതയെ ഇങ്ങനെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ശ്രീരാമൻ. അത് പറയുന്നുണ്ട്. ഇതുപോലെ മാംസാഹാരം കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഒരു ആശ്രമം ഉണ്ടെന്ന് തോന്നി ചെല്ലുമ്പോൾ ഭരദ്വാജന്റെ ആശ്രമമാണ്. അവിടെ അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ശ്രീരാമൻ എല്ലാവർക്കും അറിയാം ഇദ്ദേഹം വരുന്നു എന്ന്. അവരെല്ലാം ദിവ്യ ചക്ഷുസ് ഉള്ള ആളുകളാണ്. പറയും ഇവിടെ താമസിക്കാം, പറയും വേണ്ട, കാരണം ഇത്ര അടുത്തല്ലേ, എങ്ങനെയും അറിയും. ഗുഹൻ പറഞ്ഞു എങ്ങനെയും അറിയും, ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. അന്ന് അവിടെ താമസിക്കും. പിറ്റേ ദിവസം ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കളന്തി കടത്തി അടുത്ത വനത്തിലേക്ക് വിടുകയാണ്. അവിടാണ് ചിത്രകൂടം ഉള്ളത്. ചിത്രകൂടത്തിലാണ് വാൽമീകിയുടെ ആശ്രമം. നേരെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വർണ്ണിക്കുന്നുണ്ടല്ലേ ചിത്രകൂടത്തെ കുറിച്ച്? മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. നല്ല ഇഷ്ടമായി. ശ്രീരാമൻ ആദ്യം കണ്ടപ്പോഴേ ഇവിടെ നമുക്ക് താമസിക്കാം എന്ന് തോന്നത്തക്ക വിധം ആകർഷണീയമായിരുന്നു. അവിടെ ചെന്നു. വാൽമീകി പതിവ് പോലെ ഉപചാരങ്ങളെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വാൽമീകി മഹർഷിയോട് ശ്രീരാമൻ ചോദിക്കുകയാണ്, സീതയാസർത്ഥം സുഖേന വസിക്കാവുന്ന ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരാമോ എന്ന്. അപ്പം വാൽമീകി പറയുന്നു,
അങ്ങ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ലോകം മുഴുവൻ അങ്ങയിലും നിറഞ്ഞേക്കുന്നു, പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിന് ഞാൻ എങ്ങനെ മറുപടി പറയുക? എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എന്നിട്ട് പറയുന്ന ഒരു 10-50 വരികളുണ്ട് രാമായണത്തില്. എങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലാണ് അങ്ങേക്ക് സുഖവാസായ മന്ദിരം? എന്നിട്ട് ആദ്യം സന്തുഷ്ടരായി, സമദൃഷ്ടികളായി, ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി, ശാന്തരായി, നിന്നെ ഭജിക്കുന്നവരുടെ സ്വന്തം മനസ്സാണ് എന്ന് തുടങ്ങുന്ന ആ വരികൾ ഒന്നാന്തര ഉപദേശമാണ്. ഈ ഉപദേശം കൊടുക്കുന്നതാരാ? ശ്രീരാമന് അല്ല, ശ്രീരാമനോടാണ്. അപ്പൊ ഈ ഇത് പറയുന്നതാരാ? ശ്രീരാമന്റെ നാമമഹിമയാല്, ചിന്മയനായ ശ്രീരാമന്റെ നാമമഹിമ കൊണ്ട് ബ്രഹ്മർഷിയായി തീർന്ന വാൽമീകി മഹർഷിയാണ്. അവിടാണ് ഈ ഉപദേശത്തിന്റെ പ്രാധാന്യം. ഞാൻ പറയുന്നത് വാൽമീകി മഹർഷിയെ കൊണ്ട് ഇത് പറയിക്കുന്നത് ഇതാർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ ജീവിക്കണം. നമ്മള് ഒരു ഈശ്വരനെ തേടി ഓടി നടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ മനസ്സിൽ ഈശ്വരനെ ഇരിക്കത്തക്കവണ്ണം പവിത്രീകരിച്ച് ഈശ്വരനെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുകയും അവിടെ ഈശ്വരൻ ഇരിക്കത്തക്ക വിധം അവിടെ പവിത്രമാക്കണം. അങ്ങനെ ഒരു വലിയ ഉപദേശമാണ് നമുക്ക് തരുന്നത്. അത് പറയുന്നത് ശ്രീരാമനല്ല, മറിച്ച് ശ്രീരാമനോട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യം കൂടും. അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ചിന്മയനായ ശ്രീരാമന്റെ മഹത്വം കൊണ്ട് ബ്രഹ്മർഷിയായി തീർന്ന വാൽമീകിയുടെ കഥ ഇനി പറയാം. അത് ഇദ്ദേഹം വരുണന്റെ 10ാമത്തെ പുത്രനാണ് വാൽമീകി. അദ്ദേഹത്തിന്റെ പേര് വരുണന്റെ മകനായതുകൊണ്ടായിരിക്കും രത്നാകരൻ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ചീത്ത കൂട്ടുകെട്ടിലാണ് വളർന്നത്. അതുകൊണ്ട് വളർന്നു വരവേ മഹാമോശം ജീവിതമാണ് തുടർന്നു വന്നത്. അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യമൊക്കെ ഇല്ലാതാക്കി. ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ജാതി വെച്ചല്ല ഞാൻ ഈ പറയുന്നത്. ആ നന്മ ഇല്ലാതാക്കിയിട്ട് ഈ ചോരന്മാരോടും തസ്കരന്മാരോടും ചേർന്ന് അമ്പും വില്ലും കൊണ്ട് ഇഷ്ടം പോലെ ആളുകളെയും അല്ലാത്തവരെയും കൊന്ന് പിടിച്ചു പറിച്ചു ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് സപ്തർഷികളാണ്. അവരെയും കയ്യേറ്റം ചെയ്യാനായിട്ട് ചെല്ലുക, ഒരു മടിയും ഇല്ലാതെ. അപ്പൊ അവർ വളരെ ശാന്തരായിട്ട് ചോദിച്ചു, നീ ചെയ്യുന്നത് അക്രമമാണ്, നീ ആരാണ്, എന്താ ഇതൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പറയും, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു പറിക്കും എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ കൊണ്ടുചെല്ലുന്ന സാധനങ്ങള് അവരും കൂടാണല്ലോ ഭുജിക്കുന്നത്, അവരോട് ചെന്ന് ചോദിക്കൂ, നീ ചെയ്യുന്ന പാപത്തിന്റെ പങ്കും കൂടെ നിങ്ങൾ അനുഭവിക്കുമോ? നീ അത് ചോദിച്ച് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയാണ്. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നു. അവിടെ ചെന്ന് ഭാര്യയെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നു, നിങ്ങളും കൂടെ ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കുമോ? അവര് പറയും, ഇതെന്തൊരു കളി, അവനവൻ ചെയ്യുന്ന കർമ്മഫലം വേറെ ആരും അന്യൻ പൂജിക്കുമോ? അവനവൻ തന്നെ പൂജിക്കും. എന്നിട്ടാണ് നാളെ മുമ്പേ പറഞ്ഞ ഒരു വലിയ സാമാന്യ തത്വം പറയാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഇത് കേട്ടു ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നെ ഒരു വലിയ മാറ്റമാണ് ആ മനസ്സില്. ഇന്ന് വരെ താൻ ചെയ്തതിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപം, താൻ ആർക്കു വേണ്ടി ചെയ്തോ അവര് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ദുഃഖിച്ച അപ്പോഴത്തേന് തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സില് ആ മായ, ഇതുവരെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങള് മായാൻ തുടങ്ങി. ഇവരുടെ അടുത്ത് വന്നു അവര് പറഞ്ഞു, എന്തായാലും നമ്മളെ ആശ്രയിച്ചു വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. ആ ഉപദേശം സ്വീകരിച്ചു. എങ്ങനെയാണ് ഞാൻ അത് ഉൾക്കൊണ്ട് നന്മയുള്ള ജീവിതത്തിലേക്ക് വരേണ്ടത്? അപ്പം ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയത്തില്ല, ഈശ്വരജ്ഞാനമേ ഇല്ല. അതുകൊണ്ട് പറഞ്ഞു, ആകെ അറിയുന്ന മരം എന്നൊക്കെ ഉള്ളതാണ്. 2 മരങ്ങളുടെ ഇടയിൽ ഇരുത്തിയിട്ട് മര എന്ന് രാമ എന്നുള്ളത് വാക്ക് തിരിച്ചിട്ടിട്ട് അങ്ങനെ ജപിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ജപിക്കാൻ തുടങ്ങി. ഞങ്ങൾ വരുവോളം നീ ഇവിടെ നിന്ന് ജപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ആ ധ്യാന നിമഗ്നായിട്ടിരുന്ന് മര ജപിച്ച് രാമ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളോളം. ഈ പോയ ആളുകള് തിരിച്ചു വരും,
അപ്പൊ കേൾക്കാം വലിയ ഒരു ചെതൽപ്പുറ്റിനകത്ത് നിന്ന് രാമ രാമ എന്നുള്ള ശബ്ദം. അപ്പൊ അതുവരെ എന്ത് ചെയ്തു, ഈ നാഗോദരം എന്ന് പറയും ചെതൽപ്പുറ്റിന്, അത് പൊട്ടിക്കുക. എന്നിട്ട് വെളിയിൽ വരുന്നു ഒരു പുതിയ ആള്. വാൽമീകത്തിൽ നിന്നും വന്നുകൊണ്ട് ഈ രത്നാകരൻ വാൽമീകിയായി. എന്നിട്ട് അദ്ദേഹത്തിന് ഉപദേശങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് വാൽമീകി മഹർഷിയുടെ പൂർവ്വചരിത്രം അദ്ദേഹം തന്നെ പറയുന്നത് ഇവരോട്. നമുക്ക് ആലോചിക്കാം, ഈ ഒരു സ്ത്രീ ശൂദ്ര തരുണി, പേര് പോലും നമുക്കറിയത്തില്ല, രത്നാകരന്റെ ഭാര്യ. പക്ഷെ രാമായണം ഉണ്ടാക്കാൻ കാരണക്കാരിയായത് ആ സ്ത്രീയാണ്, അല്ലേ? അവര് ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ പിടിച്ചു പറിച്ച് തന്നെ മാനസാന്തരം വരുന്നത്. അതെ. അപ്പൊ നമുക്ക് സത്യത്തിൽ ആ സ്ത്രീയെ ഒന്ന് നമിക്കാം. കാരണം അവരാണ്, ആ സ്ത്രീയാണ്, ശൂദ്ര തരുണിയാണ് രാമായണത്തിന് കാരണമായിട്ട് തീർന്നത്. എന്നിട്ട് പറയും, എനിക്ക് ഇവിടം വിട്ടു പോകണമെന്നില്ല, ഞങ്ങള് ഇവിടെ താമസിക്കാനായിട്ട് ഞങ്ങൾക്കുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. ഉടനെ തന്നെ അദ്ദേഹം കുറച്ചുകൂടെ പോയി ഗംഗയുടെ തീരത്ത് നല്ല ഒരു സ്ഥലം നോക്കി, 5 വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ആണല്ലോ, അവിടെ ഒന്നാന്തരാശ്രമം കിട്ടി. അപ്പൊ ഇവർക്ക് നന്നായിട്ട് താമസിക്കണമെങ്കിൽ കുറെ നല്ല തൂണും നെരയും ഒക്കെയുള്ള ഒരു നല്ല ആശ്രമം കിട്ടി. എന്നിട്ട് തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും 2 ശാലകൾ ഉണ്ടാക്കി, അവിടെ ചൈത്യം ഉണ്ടാക്കി, ദേവസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ അവര് അവിടെ സുഖമായിട്ട് താമസിച്ചു വാൽമീകിയുടെ സാന്നിധ്യത്തിൽ. അതാണ് ശ്രീരാമന് ആദ്യം കിട്ടുന്ന ഒരു നല്ല സൗകര്യമുള്ള സ്ഥലം. ശരിക്കും ഈ മാനസാന്തരങ്ങൾ പലപ്പോഴും നന്മയിലേക്കുള്ള വഴിതെളിക്കലുകളാണല്ലേ. രത്നാകരൻ എന്ന കാട്ടാളനിൽ നിന്ന് വാൽമീകി എന്ന മഹർഷിയിലേക്കുള്ള മാനസാന്തരമാണ് രാമായണം എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ പിന്നിലുള്ളത്. ഈ രാമായണം വായിക്കുന്ന ഓരോ വായനക്കാരൻ്റെ മനസ്സിലും ഉണ്ടാകേണ്ടത് ഇത്തരത്തിലുള്ള പരിവർത്തനമാണ്, നന്മയിലേക്കുള്ള പരിവർത്തനം. രാമായണത്തിലെ ഓരോ കഥകളും നമുക്ക് തരുന്നതും നന്മയിലേക്കുള്ള പരിവർത്തനമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നന്മയുള്ള മനസ്സോടുകൂടി അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നന്മയോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു ഉപദേശവും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വീണ്ടും എത്തിച്ചേരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.